പ്രാർത്ഥിക്കാനേ അതായത് വചനത്തിൽ ഇപ്പൊ വിശുദ്ധന്മാരെയും പിന്നെ കുറെ പ്രാർത്ഥന ഈശോയോട് ചേർന്നിരിക്കുന്ന കുറെ ആൾക്കാരും അല്ലെങ്കിൽ കുറെ പേര് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അവരൊക്കെ ഇങ്ങനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവേ. എപ്പോ ഒരു ഇപ്പൊ ഉറക്കത്തിന് എണീക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കും. ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കും. അപ്പോ ചിലപ്പോ ഒക്കെ ഇങ്ങനെ തോന്നാറുണ്ട് ഇങ്ങനെ എന്തുകൊണ്ടാ ഇത്രയും പ്രാർത്ഥിക്കേണ്ട ആവശ്യം? ഇത്രയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം കുറേ പ്രാവശ്യം പ്രാർത്ഥിക്കണോ? ഒരു ദിവസം ഒരു പ്രാവശ്യം കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചാ പോരെ? ഈ കിട്ടുമ്പോ ഒക്കെ കുറേ പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കണോ? അങ്ങനെയൊക്കെ തോന്നാറുണ്ടേ. അപ്പോ അതൊന്ന് പറഞ്ഞു തരാമോ? അതായതേ നമ്മള് ഒന്നാമത്തെ കാര്യം എന്നാ ഈ ഈ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാലേ കർത്താവുമായിട്ടൊരു കണക്ഷൻ ആയിരിക്കും എന്നുള്ളതാണേ. ഈശോ ദൈവമായിട്ടൊരു കണക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. എന്റെ എനിക്ക് തമ്പുരാനായിട്ടൊരു ഭയങ്കര ഒരു ബന്ധം ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് നേരം പ്രാർത്ഥിച്ചാലേ വിശുദ്ധനാകാൻ പറ്റത്തുള്ളൂ. അത്രയും നേരം പ്രാർത്ഥിച്ചാൽ മാത്രമേ വിശുദ്ധനാകാൻ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കരുത്. ഏഹ് ഈ വിശുദ്ധന്മാർക്ക് എല്ലാവരുടെ ഒരു കാര്യം അവരെല്ലാവരും ദൈവവുമായിട്ട് ഭയങ്കര ആഴമായ ബന്ധത്തിലുള്ളവരായിരുന്നു. ആഴമായ ബന്ധം അവർക്കുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം എനിക്കിങ്ങനെ എനിക്ക് സ്ട്രെയിൻ എടുത്താൽ, എനിക്ക് കഷ്ടപ്പെട്ടാൽ എന്റെ ഈശോയ്ക്ക് വേണ്ടി അതായത് ഞാൻ എന്റെ വീട്ടിൽ എന്റെ അപ്പനോട് ഇരിക്കാറുണ്ട്. എന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആഹ് ചെയ്യാനുള്ള കാര്യമായിട്ട് പ്രാർത്ഥന മാറുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോയോടെ ആകുന്നുള്ളതാണ്. ഈശോയോടെ ഇരിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം വിശുദ്ധരൊക്കെ നമ്മൾ അങ്ങനെ ഒരു കാര്യമേ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം അത് നടക്കാന്നേ ഉള്ളൂ. ഇപ്പൊ ഞാന് ഇപ്പൊ പിന്നെ ഈശോയെ കുറിച്ച് പറഞ്ഞ എപ്പോഴും കർത്താവിനെ ഫോളോ ചെയ്യുക. ഈശോ പറഞ്ഞ കാര്യമില്ല. അവൻ അവൻ ജനസമൂഹത്തെ ശിഷ്യന്മാരെ പിരിച്ചു വിട്ടതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയെന്നൊരു വചനമുണ്ട്. ശിഷ്യന്മാരെ പിരിച്ചു വിട്ടതിന് ശേഷം പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് രാവിലെ വന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. കർത്താവ് ഇങ്ങനെ ഈശോയുടെ ലൈഫിൽ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രയോറിറ്റി കൊടുത്ത ആളാണ്. തമ്പുരാനോട് പിതാവിന്റെ കൂടെ ആയിരിക്കാനേ ഭയങ്കര പ്രയോറിറ്റി കൊടുത്ത ആളാണ് ഈശോ. അപ്പൊ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിന് വലിയ പ്രയോറിറ്റി കൊടുക്കണം. ഈ അപ്പം ആ ഒരു കാര്യം അല്ലാതെ അതായത് ഞാൻ തമ്പുരാന് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നു. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ എന്റെ ജീവിത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളപ്പം എനിക്ക് അങ്ങനെ ഈശോയുടെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് കർത്താവ് ഹൃദയത്തെ അറിയുന്നവനാണ്. ഈശോയ്ക്ക് അറിയാം. ഇപ്പൊ എന്റെ ഉള്ളിലുള്ള കണക്ഷൻ ഈശോയ്ക്ക് അറിയാം. എന്റെ ഉള്ളിൽ എത്രമാത്രം കണക്ഷൻ ഉണ്ട്. പ്രഭാഷകനകത്ത് വചനമുണ്ട്. അവിടെ ഹൃദയത്തെ തൂക്കി നോക്കുക എന്ന വചനമുണ്ട്. ഞാൻ ഒന്നാണെന്ന് പറയുന്നുണ്ട്. ദൈവം മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നതിനുമാണ്. അപ്പൊ ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉള്ള ദൈവത്തിനുള്ള സ്ഥാനം ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ ഒരു ബന്ധം അത്രയും തീക്ഷ്ണമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. തീക്ഷ്ണമായിട്ട് ആ ബന്ധം സൂക്ഷിക്കുക. അപ്പൊ അതിനകത്ത് ഞാൻ എന്റെ പ്രാർത്ഥന എന്റെ ഒരു സെക്കൻഡ് ക്ലാസ്സിലേക്ക് ഞാൻ മാറ്റുന്നുണ്ടോ? എന്റെ പ്രാർത്ഥന എന്റെ ഹൃദയത്തിൽ തന്നെയാണോ എന്റെ പ്രാർത്ഥന ഉള്ളത്? അത് ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് അവിടെ ഒരു വിശുദ്ധനുണ്ടായിരുന്നു. ഒരു അടുക്കളയിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വിശുദ്ധ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ആ വിശുദ്ധൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ വിശുദ്ധനായി മാറി. ഒരു അടുക്കളക്കാരനാ. കാരണം പുള്ളിയെ കുറിച്ച് പറയുന്ന കാര്യം ഇതാണ്. വിശുദ്ധൻ ഇങ്ങനെ ഈ ദോശ ചുടുന്ന സമയത്തും ഈ ഓരോ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ കർത്താവിന്റെ കൂടെ ഇരുന്ന കാര്യം ചെയ്യും. ഓരോ ദോശയും മറിച്ചിടുമ്പോ പ്രാർത്ഥിക്കും. കൊച്ചു ത്രേസ്യ ഓരോ ഓരോ ഇലകളും പെറുക്കുമ്പോഴൊക്കെ ആത്മാക്കളെ സമർപ്പിക്കുന്നു പറയുന്നത് പോലെ അങ്ങനെ നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു പ്രവർത്തികളിലും ഈശോയെ കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പക്ഷെ ഇത് മാത്രം എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടായിട്ടും ഈശോയോട് തിരിക്കാൻ സമയം ഉണ്ടായിട്ടും ഞാനൊന്ന് ഇത്തിരി വില കൊടുത്താൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന സാഹചര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ബന്ധമില്ലെന്ന് അർത്ഥം. ബന്ധമുള്ളവൻ ഇരിക്കും. ബന്ധമുള്ളവൻ സമയം ഉണ്ടെങ്കിൽ ഇരിക്കും. സമയം കണ്ടെത്തിയിരിക്കും. ഈ സമയം കണ്ടെത്താൻ പോലും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തമ്പുരാൻ അവന്റെ ഹൃദയം നോക്കും. ആ ഹൃദയത്തിൽ ആ വിശുദ്ധിയും ആ ബന്ധവും കീപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതാണ് അതിന്റെ ഒരു കാര്യം. ഓക്കെ. പ്രാർത്ഥനയും പ്രവൃത്തിയും അതായത് ആഹ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ചിലരൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ്. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രവൃത്തിയിലോട്ട് വരുമ്പോ ഒന്നും ഇല്ലല്ലോ എന്നേ. അപ്പൊ ശരിക്കും നമ്മൾ എന്താ ചെയ്യണ്ടേ? പ്രവൃത്തി ഇങ്ങനെ അപ്പൊ ഒരു ഡിസ്കറേജ്മെന്റ് തോന്നൂലോ. ആ ഒരു അവസ്ഥയിൽ തന്നെ പ്രാർത്ഥന നിർത്താൻ പാടില്ല. പക്ഷെ ഇത് പ്രവൃത്തിയിലോട്ട് വരുമ്പോ നമുക്ക് കാര്യമായിട്ട് അങ്ങനെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ കാര്യമായിട്ട് നല്ലതായിട്ട് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അതിപ്പം ഈ പ്രാർത്ഥനയും അതായത് നമ്മള് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനാ ജീവിതം ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും
നമ്മുടെ പ്രവൃത്തിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. അത് റിഫ്ലക്റ്റ് ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന അതെന്തൊക്കെയോ എന്തിനൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തമ്പുരാനായിട്ടൊരു ബന്ധമില്ല. ബന്ധമുണ്ടെങ്കിൽ ഞാൻ ഈശോയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഈശോയെ പോലെ ആകും. ഈശോയെ പോലെ ആകാന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ, ഈ ഭൂമിയിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. എഫെസസ് 3 പറഞ്ഞ അവിടെ നിന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊരു വചനമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു സ്നേഹത്തിന്റെ ഒരു വേരുപാകലും നമ്മുടെ ആത്മാവിന്റെ ഒരു ബലവും ഒക്കെ വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ്. ഞാൻ ഈശോയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ഈശോയുടെ സ്നേഹത്തെ ഓർക്കാൻ പറ്റണം. എന്റെ ക്യാരക്ടറിനകത്തെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ മാറണം. ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഈശോയെ പോലെ ആകാനുള്ളൊരു ശ്രമം എന്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. കാരണം പ്രാർത്ഥന നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചേക്കുന്നത് പോലെ പ്രാർത്ഥന കർത്താവുമായുള്ള കോൺവെർസേഷനാണ്, ഈശോയുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പൊ തമ്പുരാനായിട്ട് ബന്ധപ്പെടുന്നവൻ പതുക്കെ പതുക്കെ ഈശോയായിട്ട് മാറണല്ലോ. അപ്പൊ അതൊന്നുമില്ല, ഞാൻ വെറുതെ പ്രാർത്ഥിക്കുന്നു, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു എന്നൊക്കെ ആണെങ്കിൽ ആ പ്രാർത്ഥന വെറുതെ നമ്മളിങ്ങനെ കാര്യസാധിക്കലാണല്ലോ. അത് തമ്പുരാനെ വെറുതെ കാര്യം സാധിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണല്ലോ. പ്രാർത്ഥിക്കുന്നവന്റെ പ്രവർത്തികളൊക്കെ മാറ്റം വരണം. അങ്ങനെ മാറ്റം വരുന്നില്ലെങ്കിൽ അവന്റെ പ്രാർത്ഥന അതിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതാണ്. ഏ അതാണ് ഈശോ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരണം. അങ്ങനെയാണ്. അതെ. ഒരു ഡൗട്ട്. അതായത് ഏ, നമ്മുടെ ഉള്ളിൽ ശുദ്ധാത്മാവുണ്ടല്ലോ. ഉം. ഉണ്ട്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ ഈ ബന്ധന പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ആൾക്കാരൊക്കെ എന്തിനാ വീഴുന്നതും അങ്ങനെയൊക്കെ പലരും ഇങ്ങനെ പറയാറുണ്ട്, അവരുടെ ഉള്ളിൽ പിശാച് അങ്ങനെ പറയാറുണ്ട്. അപ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളപ്പോ നമ്മുടെ ഉള്ളിൽ പിശാചിന് അല്ലെങ്കിൽ ഒരു ബാഡ് സ്പിരിറ്റിന് കയറാൻ പറ്റത്തില്ലല്ലോ. ബാഡ് സ്പിരിറ്റിന് നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബാഡ് സ്പിരിറ്റിന് നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റുമല്ലോ. നമ്മൾ അതായത് ഓരോ പാപവും ഓരോ ബോണ്ടേജ് ആണല്ലോ. നമ്മുടെ ഉള്ളിൽ ഒരു പാപത്തിന്റെ ഒരു പാപം ചെയ്യുന്നവൻ പിശാചിന്റെ അടിമയാണെന്നൊരു വചനമുണ്ട്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ അടിമയാണ്. നമ്മളൊരു പാപം ചെയ്താൽ ആ പാപവുമായിട്ട് ബന്ധപ്പെട്ട അരൂപികളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. പാപമായിട്ട് ബന്ധപ്പെട്ട അരൂപികളും കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഡെലിവറൻസസ് ഒക്കെ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഈ പാപത്തിന്റെ അരൂപികളൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതും ഒക്കെയാണ്. അപ്പം ഈ ചില ആൾക്കാര് ഈ ഈ ഒരു ഡെലിവറൻസ് സംഭവിക്കുന്ന ചില ആൾക്കാർ വീഴും. ചില ആൾക്കാര് ഡെലിവറൻസ് സംഭവിക്കുന്നത് വീഴത്തില്ല. അങ്ങനെ വീഴുക എന്ന് പറയുന്നത് ഒരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ചിലപ്പം വീഴത്തില്ല, ഒരു വീഴ്ച പോലും ഇല്ലാതെ ഇതൊക്കെ പോയെന്നിരിക്കും. ഒരാൾ വീണു എന്ന് വെച്ചാൽ അയാളെ ഭയങ്കര കടുത്ത പാപിയാണെന്നോ, ഒരാൾ വീണില്ല എന്ന് വെച്ചാൽ അയാളെ വിശുദ്ധനാണെന്നോ അങ്ങനെ അർത്ഥമൊന്നുമില്ല. അതൊക്കെ ഓരോരോ കാര്യമായിട്ട് തന്നെ സംഭവിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മുടെ ഉള്ളില് ഈശോ ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അത് സത്യമായ കാര്യമാണ്. പക്ഷേ നമ്മളിങ്ങനെ പിശാചിന് നമ്മുടെ ഉള്ളിൽ അധികാരം വരുന്നത് എപ്പോഴാ? പിശാചിന് അധികാരം വരുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോഴാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ പിശാചിന് അടിമയായിട്ട് മാറും. അപ്പോൾ പിശാചിന് നമ്മുടെ ഉള്ളിൽ അധികാരം കിട്ടും. പിശാചിന് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മളെ റൂൾ ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ വായന പറയുന്നില്ലേ നിങ്ങള്, പക്ഷെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ കുമ്പസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുമ്പസാരിക്കുക, പ്രാർത്ഥിക്കുക, ആ പിശാചിന്റെ അധികാരം മാറ്റിയിട്ട് അത് ഈശോയ്ക്ക് അധികാരം കൊടുക്കുക. വചനം പറയുന്നു, പാപം ചെയ്യുന്ന പിശാചിന്റെ അടിമയാണ്, അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പൊ പുത്രന് സ്വതന്ത്രനാകാൻ വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കുക. അത് വിട്ടുകൊടുക്കുക. അപ്പം ഈശോയ്ക്ക് നമ്മുടെ ഉള്ളിൽ അധികാരം ലഭിക്കുന്നു. ഈശോ ആഗ്രഹിക്കുന്ന പോലെ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. അതാണ്. അപ്പം ജഡികാഭിലാഷങ്ങളാണ് നമ്മളെ നയിക്കുന്നെങ്കിൽ, പിശാചാണ് നയിക്കുന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നു. പക്ഷെ നമ്മൾ ഈശോയ്ക്ക് അധികാരം കൊടുത്താൽ ആത്മീയ അഭിലാഷങ്ങൾ നമ്മൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നമ്മളെ നയിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരാൾക്ക് റൂൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഈശോയ്ക്ക് കൊടുക്കുക, പ്രാർത്ഥിക്കുക, കൊടുക്കുക. ഏറ്റവും വലിയ ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എന്താ പറയണ, ഈ ഭൂതോച്ചാട്ടം നടക്കുന്നത് കൺഫെഷനിലാണ്. ഏറ്റവും വലിയ ഭൂതോച്ചാട്ടം നടക്കുന്നത്. അതിന്റെ മുകളിൽ ഒരു ഭൂതോച്ചാട്ടനും ഇല്ല. നന്നായിട്ട് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയ പോകത്ത് ഒരു പിശാച് ഉള്ളിലില്ല. ഉറപ്പായിട്ട് പോയിരിക്കും. പിന്നെ അതിൽ വിശ്വസിക്കുക, കിട്ടിയ പാപമോചനത്തെ വിശ്വസിച്ച് അങ്ങ് ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു സാധനം. ആഷണം പറഞ്ഞു നമ്മളിപ്പോ ഈശോയ്ക്ക് നമ്മളെ തന്നെ നയിക്കാനായിട്ട് വിട്ടുകൊടുക്കുക. അപ്പൊ ഈ എങ്ങനെ ഈ ആ ഒരു സംഭവം ഒന്നും പറയാം. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാലേ, അതായത് ഇപ്പം ഇതൊക്കെ നമ്മളിങ്ങനെ ഇതൊക്കെ ഇമോഷണലി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. എങ്ങനെ വിട്ടുകൊടുക്കുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് പറക്കണ്ടേ, അല്ലെങ്കിൽ ഇപ്പുറത്തെ എനിക്കത് ഫീൽ ചെയ്യണം നിർബന്ധം പിടിക്കുന്നുണ്ടാണേ. നമ്മളിങ്ങനെ ഇപ്പം ഇങ്ങനെ ചോദ്യം വരാൻ കാര്യം, ചിലപ്പോൾ ഇങ്ങനെ ഇപ്പൊ ജൂനിയർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നു, പക്ഷെ വിട്ടുകൊടുക്കുമ്പോൾ ഉള്ളിൽ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ടായിരിക്കും.
അങ്ങനെയാണോ? മീൻസ് ഒരു ഫീല് വരുന്നില്ലെന്നുള്ളല്ലേ പറയുന്നേ? അല്ല വിട്ടുകൊടുക്കുന്നതായിട്ടൊരു ഫീല് വരുന്നില്ല. എപ്പോഴേ നമ്മുടെ മനസ്സിലേ ഒറ്റ സാധനമുള്ളേ. അതായത് ഇപ്പൊ ഞാൻ പറയുവാന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ പറയുവാ. എന്നാ ഓരോ വാക്കിനും ഒരു ഇതുണ്ട്. ഇപ്പൊ ഞാൻ പറയുവാ, അപ്പം എന്നാ ഈ ഞാൻ ഈ പിശാചിന്റെ അടിമയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ പിശാചിന്റെ അടിമയായി മാറും. അങ്ങനെ പറഞ്ഞാൽ അത് മാറും. അത് നമ്മൾ വിട്ടുകൊടുക്കരുത്. പക്ഷെ ഞാൻ പറയുവാണ്, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറയുക, ഇപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ ഞാൻ ഈ അരൂപികളെല്ലാം ഇങ്ങനെ വർക്കിംഗ് ആണല്ലോ. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വർക്കിംഗ് ആണ്. അപ്പൊ നമ്മളങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ അതിന് അടിമയായിട്ട് മാറും. അടിമയായിട്ട് പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കലാണ്. പക്ഷെ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. അതായത് ഇങ്ങനെ ഒരു റോമയ്ക്കകത്തൊരു വചനമുണ്ട്, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ, റോമ 6:16, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ ആർക്കെങ്കിലും നിങ്ങളെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. അപ്പൊ നമ്മള് അടിമയായിട്ടാണ് ആ ഒരു കാര്യം പോകുന്നത്. ഈശോയ്ക്ക് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു, കർത്താവെ എനിക്ക് സ്വയമായിട്ടൊന്നും കഴിവില്ല, എനിക്ക് സ്വയമായിട്ട് കഴിവില്ല, ഞാൻ ഈശോയെ നിന്റെ കയ്യിലേക്ക് എന്റെ കംപ്ലീറ്റ് വിശുദ്ധ ജീവിതത്തെയും എല്ലാം തരികയാണ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ കയ്യിലോട്ട് നമ്മളെ ഇത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഹൃദയം കൊണ്ടും കൊടുക്കുക. പിന്നെ തമ്പുരാൻ അങ്ങോട്ട് നിയന്ത്രിച്ചോളും. തമ്പുരാൻ നിയന്ത്രിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഇമോഷണലി ഫീൽ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഈശോ അത് നയിച്ചോളും. അതിന് ഈശോ നയിക്കും. അതിനാണല്ലോ നമ്മുടെ ഇതാണ് വിശ്വസിക്കുക എന്ന് പറയുന്നത്. നമ്മൾ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് പാപമോചനം നേടിക്കഴിഞ്ഞ് കുർബാനയില് ഈശോയെ സ്വീകരിച്ചിട്ട് കർത്താവിന്റെ കയ്യിലോട്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് അതങ്ങ് നയിച്ചോളും. അതിങ്ങനെ തമ്പുരാന്റെ കയ്യിലോട്ട് കൊടുക്കുക. നമ്മുടെ ഒരു പ്രെയർ ഡൗൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കുക, ഈശോയുടെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും എന്റെ ഉള്ളിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഓരോ പാപചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ ആ പാപചിന്തകൾ ഓരോ ദിവസവും വിശദീകരിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പോകുമ്പോൾ ഓരോ ദിവസവും വളരാൻ വേണ്ടി ശ്രമിക്കുക. വചനങ്ങളെ വായിച്ചൊക്കെ വളരാൻ ശ്രമിക്കുക. അങ്ങനെ തമ്പുരാനെ ഇങ്ങനെ പരിപൂർണമായിട്ട് ഇങ്ങനെ കീഴ്പ്പെട്ട് വിട്ടുകൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യമേ. ഈശോയെ, ഞങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. പരിപൂർണമായിട്ടും തമ്പുരാനെ വിട്ടുതരുന്നു. ഈശോയെ, അങ്ങേക്ക് അടുപ്പെട്ട് തമ്പുരാനെ അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ, പരിപൂർണമായിട്ടും ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. ഈശോയെ, എന്റെ പ്രാർത്ഥനയൊക്കെ കുറച്ചുകൂടെ തീക്ഷ്ണമായിരിക്കട്ടെ. പിശാചിന് അടിപ്പെടാതെ ആത്മാവിന് അടിപ്പെട്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ. മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. ആമേൻ.